നമസ്കാരം. ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്നത് ഇന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ്. ഒരു തരം ഭയമാണ് ഉത്കണ്ഠ. ഭയം മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന വികാരമാണ്. എന്നാൽ ഭയവും ഉത്കണ്ഠയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭയം എന്നാൽ നമുക്ക് മുന്നിലുള്ള ഒരു യഥാർത്ഥ ഭീഷണിയെക്കുറിച്ചുള്ള ശരീരത്തിൻ്റെ പ്രതികരണമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് റെസ്പോൺസ് എടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കൊള്ളക്കാരൻ നമ്മളെ റോഡിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തീവ്രമായ ഒരു ഭയം അനുഭവപ്പെടും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ജീവനുമായി ഓടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ അവനെ തിരിച്ചടിക്കും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഫ്ലൈറ്റ് റെസ്പോൺസ്. കൊള്ളക്കാരനെ നേരിടുന്നത് ഫൈറ്റ് റെസ്പോൺസും. ഈ ഭയത്തിൽ നമുക്ക് ഭീഷണിയാകുന്ന ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, അപകടത്തിലാണെന്ന ബോധം, വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പ് പോലുള്ള ശാരീരിക ഘടകങ്ങൾ, ഓടുകയോ അടിക്കുകയോ പോലുള്ള പെരുമാറ്റ ഘടകങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ ഭയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉത്കണ്ഠയിൽ നമുക്ക് മുന്നിൽ പെട്ടെന്ന് ഭീഷണിയായേക്കാവുന്ന ഒരു വസ്തു ഇല്ല. അപകടത്തെ പ്രതീക്ഷിച്ച് ഉണ്ടാകുന്ന ഭയമോ അസ്വസ്ഥതയോ ആണ് ഇതിൻ്റെ സവിശേഷത. എന്തോ ഒരു അപകടം നമുക്ക് സംഭവിക്കുമെന്ന തോന്നൽ. നമ്മളൊരു ആക്രമണത്തെ ഭയപ്പെടുന്നതിനാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ഉത്കണ്ഠയാണ്. ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തോട് അതിപ്പോൾ എത്തിയതുപോലെ പ്രതികരിക്കുന്നതാണ് ഉത്കണ്ഠ. അതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, വിറയൽ, കണ്ണുകൾ മുഴച്ചു വരിക, പെരുമാറ്റത്തിൽ മാറ്റം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അത് ഉടൻ വരുമെന്ന് തോന്നുന്നത് പോലെ പ്രതികരിക്കുന്ന അവസ്ഥ. ഉത്കണ്ഠയെ തിരിച്ചറിയുകയും അത് സൈക്കോതെറാപ്പിയിലൂടെ മാറുന്നതാണെങ്കിൽ അതിന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും വേണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ആവശ്യമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ സേവനവും പ്രയോജനപ്പെടുത്തണം.